ഹായ് ഹലോ. അപ്പം നമ്മളിന്ന് സെവാനിൽ പോവുക. ആക്ച്വലി ഇന്ന് വർദ്ധവർ ഫെസ്റ്റിവലാണ്. നമ്മുടെ നാട്ടിൽ ഹോളിയൊക്കെ ഇല്ലേ, അപ്പം അതിന് പകരം നമ്മൾ വെള്ളം ഒഴിച്ചൊക്കെ സെലിബ്രേറ്റ് ചെയ്ത്. അപ്പോൾ ഇന്നൊരു വെറൈറ്റി പിടിക്കാണ് നമ്മൾ സെവാനിൽ പോകുന്നത്. യൂഷ്വലി നമ്മൾ റിപ്പബ്ലിക് സ്ക്വയറിൽ നമ്മൾ സെലിബ്രേറ്റ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇനി അവിടെ ചെന്നിട്ട് നമുക്ക് കാണാം. അപ്പം ഞങ്ങളാണെങ്കിൽ ഇപ്പം ബ്രേക്ക്ഫാസ്റ്റിന് കുറേ ഹോട്ടലും കാര്യങ്ങളൊക്കെ അലഞ്ഞു, പക്ഷേ സൂപ്പർ മാർക്കറ്റ് കയറി എന്തെങ്കിലും എടുക്കേണ്ടി വന്ന്. അപ്പോൾ അങ്ങനെ ഇരിക്കുക. അപ്പം നമ്മൾ 8 മണിക്ക് നമുക്ക് കൗണ്ടർ ഓപ്പൺ ആവത്തുള്ളൂ. ഇപ്പോൾ സമയം 7:45 ആവുന്നതേ ഉള്ളൂ. അങ്ങനെ പിന്നെ 8:30 നമ്മുടെ ട്രെയിന്. ഇനി നമ്മൾ ട്രെയിനിലെ കാഴ്ചകളൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കാം മാക്സിമം. ഡേവിഡ് ഓഫ് സസിന് ശേഷമാണ് ഈ റെയിൽവേ സ്റ്റേഷന് സസുൻ സി ഡേവിഡ് സ്റ്റേഷൻ എന്ന് പേര് വരാൻ കാരണം. അപ്പോൾ എന്തൊക്കെ പേരാ! പക്ഷേ ബിൽഡിംഗ് സ്ട്രക്ചർ ഒരു സ്റ്റാലിനിസ്റ്റിക് എംപയർ സ്റ്റൈൽ ബിൽഡിംഗ് ആണ്. കൊള്ളാം, നല്ലൊരു രസമുണ്ട് കാണാനും ഒക്കെ. അങ്ങനെ നമ്മൾ ട്രെയിനിൻ്റെ സ്റ്റേഷൻ്റെ ഉള്ളിൽ നമ്മൾ എത്തി. ആക്ച്വലി നമ്മളിത് വിചാരിച്ച് നമ്മൾ ഒറ്റയ്ക്കായിരിക്കും മോസ്റ്റ്ലി ട്രെയിനിലുള്ളത് ആ ഒരു രീതിക്ക്. പക്ഷേ ഇന്ന് വർദ്ധവർ ഫെസ്റ്റിവലും കൂടിയല്ലേ, അപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാർ വന്നിട്ടുണ്ട്. ഫുൾ ഗണ്ണും ബാക്കി സെലിബ്രേറ്റ് ചെയ്യാനുള്ള സാധനങ്ങളും ഒക്കെ ആയിട്ട്. അപ്പം ഞാൻ നല്ല എക്സൈറ്റഡാണ്. അവിടെ ഇനിയിപ്പം ചെല്ലുമ്പോൾ എന്തുമായിരിക്കും എന്നൊക്കെയുള്ളത്. നല്ലതായിരിക്കും, കഴിഞ്ഞ വർഷത്തെക്കാളൊന്ന് പ്രതീക്ഷിക്കുന്നത്. സ്റ്റേഷനും വിട്ട് നമ്മൾ യാത്ര ചെയ്യുകയാണ് സുഹൃത്തുക്കളെ. ബൈ ബൈ എരവൻ, ബൈ ബൈ. എങ്കെ പത്താല് തരിശ് ഭൂമി. ഇനിയിപ്പോൾ സമ്മറൊക്കെ ആയതാണ്ടാണോ എന്തോ അറിയത്തില്ല. ഇവിടെ നോക്കിയാലും ഇത് തന്നെ വൈബ്. നോർ ഹർസാൻ ബ്രിഡ്ജ് നമ്മളിപ്പോൾ പാസ് ചെയ്ത് പോവുക. എൻ്റെ താഴെ ഹർസാൻ റിവറൊക്കെ ഫ്ലോ ചെയ്യുന്നുണ്ട്. ഒരു കൊക്ക ആ ഒരു രീതിക്ക് ഇരിക്കുമല്ലോ. സോ അങ്ങനെ നമ്മൾ സ്റ്റേഷനിലെത്തി. അപ്പം ഇവിടെ കുറച്ച് ആൾക്കാർ ഇറങ്ങിയിട്ടുള്ളൂ. ബാക്കിയുള്ളവർ വേറെ സൈഡ് ഓഫ് സെവാൻ്റെ അങ്ങോട്ട് ഇറങ്ങുന്ന ഇതിന് നിൽക്കുമോ അവരൊക്കെ. പിന്നെ ഇവിടെ ഒരു ബീച്ചിൽ പോകണമെങ്കിൽ ഇവിടെ നിന്നൊരു 1 കിലോമീറ്റർ നടക്കാനുണ്ട്. ഇനിയിപ്പം അതിലോട്ട് പോകാനുള്ള ഇതിൽ നിൽക്കുമോ ഞങ്ങൾ രണ്ടുപേരും. ഇത് നമ്മൾ ഇറങ്ങിയ സ്റ്റേഷൻ നമ്മുടെ സെൻറ്ററിൻ്റെ അത്രയും ഇല്ല, ചെറിയൊരു സ്റ്റേഷനാണ്. ഹായ് ഹലോ. അപ്പോൾ നമ്മളിവിടെ ബീച്ചിലെത്തി. അങ്ങനെ നമ്മളിങ്ങനെ ഇരിക്കുക. ഇവിടെ വന്നപ്പോഴാണ് നമ്മളറിയുന്നത് ഞാനാണെങ്കിൽ എൻ്റെ ഷോർട്സ് വെച്ച് മറന്ന്. എനിക്കാണെങ്കിൽ ഒരു ഷോർട്സും ഒരു വൈറ്റ് പാൻറ്റും ഉണ്ട്. ഷോർട്സ് വൈറ്റ് കളർ കേട്ടോ. എനിക്ക് തിരിഞ്ഞു പോയി എടുത്തപ്പോഴേക്കും, ആകെപ്പെട്ടു പോയി. പിന്നെ ഞാൻ ഇവരെ കൊണ്ട് വാങ്ങിച്ചു. കൊടുത്തല്ല, എന്നെ കൊണ്ട് വാങ്ങിപ്പിച്ചു. വാശിയൊന്നും പിടിച്ചതൊന്നും അല്ലെന്നേ. എന്തായാലും ഇവിടെ എങ്ങനെ ഇട്ടോ ഫുൾ പാൻറ് ഇട്ട് ഇറങ്ങുന്നേ, ഒരു ഷോർട്സ് ഇട്ടിടലേ ഇറങ്ങത്തുള്ളൂ. അതുകൊണ്ട് പിന്നെ അങ്ങ് വാങ്ങിച്ചതാ. എന്നെ കൊണ്ട് ഒരു 3/4 കിലോമീറ്റർ നടപ്പിച്ചിട്ട് ഷോർട്സ് വാങ്ങിപ്പിച്ചു. അപ്പുറത്തെ കട വരെ പോയാനോ പറയുന്നത്. പിന്നെ തൊപ്പി വാങ്ങി. വെയിൽ കൊള്ളാൻ, എന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല, വെയിലൊക്കെ അടിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നീന്തി. ഇവനെന്നെ നീന്താൻ പഠിപ്പിച്ചു. നമ്മളൊന്നല്ല, ഞാൻ നീന്തി, ചിലവര് നീന്തിയില്ല. ചെറിയൊരു വ്യത്യാസം ഉണ്ടായിരുന്നു. ഇല്ല, ഞാൻ നീന്തിയൊക്കെ ചെയ്ത് കേട്ടോ. കമ്പി ഇല്ലാത്തോണ്ട്, ഇല്ലെങ്കിൽ ഞാൻ പ്രോ കാണിച്ചേനെ. അപ്പം നമ്മളിങ്ങനെ ഇരിക്കുക. ഇനിയിപ്പം ഈവനിങ്ങാണ് നമ്മുടെ അടുത്ത ട്രെയിൻ. അപ്പം സമയത്തിന് എത്താൻ പറ്റുമെന്ന് അറിയത്തില്ല. ഇല്ലെങ്കിൽ പിന്നെ ഇവിടെ നിൽക്കേണ്ടി വരും. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇരിക്കുക. നല്ല ഡിസ്റ്റൻസ് ഉണ്ട് കേട്ടോ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വരെ വരാനേ. അപ്പം അതനുസരിച്ച് ഇറങ്ങണം എന്നുള്ളൊരു പരിപാടി ഇരിക്കുക. ഭാഗ്യമുണ്ടെങ്കിൽ കിട്ടിയിട്ടില്ലെങ്കിൽ ഇല്ല, അങ്ങനെ ഇരിക്കുക. റിട്ടേൺ ടിക്കറ്റൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ. പിന്നെ എങ്ങനെ കാര്യങ്ങളൊന്നും അറിയത്തില്ല. പിന്നെ നമ്മൾ ട്രെയിൻ യാത്ര പറയണമെന്ന് വെച്ചാൽ നല്ല ജേർണി ആയിരുന്നു കേട്ടോ. അത്യാവശ്യം ലൈക്ക് നല്ലൊരു ടെമ്പറേച്ചർ ആയിരുന്നു. അങ്ങനെ ചൂടുമില്ല. ഇവിടെ വന്നപ്പോൾ തന്നെയും അധികം ചൂടുമില്ല. ലൈക്ക് നോർമൽ ടെമ്പറേച്ചർ ആയിരുന്നു, കുഴപ്പമില്ല. പക്ഷേ പിന്നീട് ഒരു ഇഷ്ടപ്പെടാത്തൊരു എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ, ഇവരാണെങ്കിൽ നിങ്ങളുടെ പാസഞ്ചേഴ്സ് കൂടെയുള്ളവർ ഒരു പാട്ടൊക്കെ വെച്ച് ലൈക്ക് ഫുൾ ടൈം ആ പാട്ടൊക്കെ വെച്ച് നമ്മളെ വെറുപ്പിക്കുമായിരുന്നു.
ഇടയ്ക്കിടയ്ക്ക് നമ്മളെടുത്ത് താങ്ങാൻ വേണ്ടി ഹിന്ദി പാട്ടൊക്കെ ഇടുന്നുണ്ട്. നമ്മൾ പിന്നെ മൈൻഡ് ചെയ്യാൻ ചെയ്യാൻ പോയില്ല. പക്ഷെ ഇവരാണെങ്കിൽ ഹിന്ദി പാട്ട് ഇടുമ്പോൾ നമ്മളെ നോക്കത്തില്ല, നമ്മളങ്ങോട്ടേക്ക് ഇരിക്കും. അങ്ങനെയൊക്കെ ഇതിലിരിക്കുമായിരുന്നു. പിന്നെ എങ്ങനെ അങ്ങ് എത്തിപ്പെട്ട് ഇത് 7th നമ്മളിപ്പോൾ വന്നിരിക്കുന്ന 7th ഒരു സെക്ഷൻ പബ്ലിക് ബീച്ചിലാണ്. വേറൊരു സ്ഥലമുണ്ട്, അതും കുറച്ചുകൂടി ബ്യൂട്ടിഫുൾ. അത് പ്രൈവറ്റ് ബീച്ച്, അത് റിസോർട്ടുകൾ എടുത്തിട്ട് അവർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഇത് വന്നിട്ട് ഫ്രീ ആണ് എല്ലാവർക്കും. നമുക്ക് വന്നിട്ട് വിസിറ്റ് ചെയ്യാം, നല്ലൊരു ഓപ്ഷനാണ് ഫ്രീ ആയിട്ട്. ബട്ട് ഇപ്പോൾ മാത്രം ഈ സമയത്ത് മാത്രം ചെയ്യാൻ പറ്റുള്ളൂ, പിന്നെ ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇപ്പോൾ ട്രെയിനിൽ വരുന്നവരാണെങ്കിൽ തന്നെ ട്രെയിൻ തന്നെ സർവീസ് ഒരു എനിക്ക് ജൂൺ മിഡ് തൊട്ട് സെപ്റ്റംബർ വരെ ഉണ്ട്. അപ്പം അങ്ങനെ വരുന്നവർക്ക് ആ ഒരു ടൈം നോക്കി വേണം വരാൻ. പിന്നെ എന്നെ പോലെ മറക്കരുത്, സാധനങ്ങളെല്ലാം ഒന്ന് ചെക്ക് ചെയ്തിട്ട് വേണം എടുക്കാനായിട്ട്. പിന്നെ ഇവിടെ വർദ്ധാവർ ഫെസ്റ്റിവലായിട്ട് ഞാൻ കുറച്ചുകൂടെ എക്സ്പെക്ട് ചെയ്തു കേട്ടോ, പിള്ളേരൊക്കെ ഇങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ച് നമ്മളെ തെറിപ്പിക്കുമെന്നൊക്കെ. പക്ഷേ എല്ലാവരും ഒരുമാതിരി തണുത്ത മട്ടി ഇരിക്കുക. എല്ലാവരും അങ്ങ് ഇപ്പൊ ചീറ്റിട്ട് പോയതുകൊണ്ട് എൻ്റെ കാലിലോട്ടൊക്കെ. അതൊന്നും അല്ല, ഇനി അടുത്ത പോലെ സെൻറ്ററിൽ നോക്കാനുള്ള സെറ്റപ്പ് ഇരിക്കുക. ഞാൻ ഇവിടെ പോരാ, ആ ഒരു ഗുമ്മ കിട്ടുന്നില്ല. എല്ലാവരും വെള്ളത്തിൽ ഇറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് കൊച്ചു പിള്ളേർ മാത്രം ഇതാക്കുന്നുള്ളൂ. അധികം ആളും ഇല്ല കേട്ടോ അങ്ങനെ പറയാനായിട്ട്. പിന്നെ ഉള്ളവരെല്ലാം മുതിർന്നവരാണ്. ബട്ട് ആക്ച്വലി നമ്മൾ സെൻറ്ററിലൊക്കെ പോകുമ്പോഴേക്കും നല്ല ലൈക്ക് നമ്മൾ ഹോളി സെലിബ്രേഷൻ പോലത്തെ ഒരു സെറ്റപ്പാണ്. ഇവിടെ ഞാൻ പക്ഷെ അങ്ങനെയൊന്നും കണ്ടില്ല. ബട്ട് ഞാൻ എൻജോയ് ചെയ്തു ട്രിപ്പ്. ഇവിടെ വരാൻ പറ്റി, ഇവിടുത്തെ ഒരു രീതി കാണാൻ പറ്റി. ഇപ്പം കഴിഞ്ഞ കൊല്ലമൊക്കെ ആണെങ്കിൽ ലൈക്ക് നല്ലതായിരുന്നു, അടിപൊളിയായിരുന്നു. അപ്പം അങ്ങനെ നിൽക്കുക നമ്മൾ. നമ്മളിപ്പോൾ ആണെങ്കിൽ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് അങ്ങനെ ഹോട്ടലൊക്കെ തപ്പി കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാ ഹോട്ടലും റിസർവ്ഡൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പം ഫാസ്റ്റ് ഫുഡ് അല്ലാതെ ലോക്കലായിട്ട് നമ്മൾ നോക്കാനായിട്ട് നിന്നപ്പോഴേക്കും ആ ഒരു റെസ്റ്റോറൻറ്റ് ഓപ്പണും കൂടിയല്ല. ആകെ പെട്ടൊരവസ്ഥയായിപ്പോയി. ഇനിയിപ്പം തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവുക. അവിടെ ചെന്നിട്ട് പട്ടിണി തന്നെ. ഇനിയിപ്പോൾ വീട്ടിൽ ചെന്നിട്ടേ ഉള്ളൂ വല്ലതും നടക്കുന്ന പരിപാടിയുള്ളതെന്ന് തോന്നുന്നുണ്ട് കണ്ടിട്ട്. അങ്ങനെ ട്രാപ്പായിട്ടിരിക്കുക നമ്മൾ രണ്ടുപേരും. പാവൻ്റെ കൊച്ചെനിക്ക് പൂവൊക്കെ പറിച്ച് തന്നു കുട്ടിക്കാട്ടിൽ നിന്ന്. ഞങ്ങളിപ്പം റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇപ്പം ഇവിടെങ്ങും ഒരു റെസ്റ്റോറൻറ്റോ കാര്യങ്ങളോ ഒന്നും നമ്മൾ കണ്ടില്ല. അപ്പോൾ ഇനിയിപ്പം 5 മണിക്ക് നമ്മുടെ ട്രെയിന്. ഇപ്പോൾ സമയം ജസ്റ്റ് 3:30 ആയിട്ടേ ഉള്ളൂ. പിന്നെ ഇത്രയും നേരം ഇനി ഇവിടെ ഇപ്പോൾ പോസ്റ്റ് അടിച്ചിരിക്കണം. നമ്മളിപ്പോൾ ഇവിടെ ലാൻഡ് ചെയ്തതേ ഉള്ളൂ. രാവിലെ പുറപ്പെട്ടതാണ്. നമുക്കാണെങ്കിൽ നല്ല ഡിലേ വന്നു കേട്ടോ. ട്രെയിൻ 5 മണിക്ക് കാണിച്ച് നമ്മുടെ ട്രെയിൻ വന്നത് 6 മണിക്കായിപ്പോയി. പിന്നെ ഇടയ്ക്ക് വെച്ചത് ട്രാക്കൊക്കെ മാറ്റി, പിന്നെ കുറേ നേരം നിർത്തിയിട്ട് എന്താ കാര്യമൊന്നും അറിയത്തില്ല. ഇപ്പം സമയം 8:30 കഴിഞ്ഞ് 8 മണിക്ക് എത്തേണ്ടത്. നമ്മൾ അരമണിക്കൂർ ലേറ്റായി. അപ്പം നല്ല ജേണി ആയിരുന്നു ഇന്ന്. ഞങ്ങൾക്കാണെങ്കിൽ നല്ല വിശന്നിട്ട് ഞങ്ങളിങ്ങനെ പെരുത്തിരിക്കുക. പിന്നെ ട്രെയിനിൽ വെച്ചിട്ടാണെങ്കിൽ 2 അവർ മേളിൽ ട്രാവലായിപ്പോയി. പിന്നെ ഉറക്കം വന്നിട്ട് വയ്യ, കണ്ണൊക്കെ ചുമന്നിരിക്കുന്നത്. ഞാനാണെങ്കിൽ പിന്നെ തോളത്ത് കുറേ നേരം കിടന്നൊക്കെ ഉറങ്ങിയൊക്കെ ചെയ്ത്. പിന്നെ ഒരു ബോധമൊന്നും ഇല്ല. ഇപ്പം ഒരു കഴിക്കാത്തതിൻ്റെയൊക്കെ ഉള്ളൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുക. അപ്പം ഇന്നത്തെ ഞങ്ങളുടെ ഡേ നല്ലതായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഡേ? അപ്പം ഇന്നൊക്കെ ഇത്രയേ ഉള്ളൂ. പിന്നെ നമ്മൾ കുറേ എൻജോയ് ചെയ്തു. ഇപ്പം നമ്മൾ വീട്ടിലോട്ട് പോവുക, ഫുഡൊക്കെ കഴിക്കണം. അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം 7 വരുന്നവർ കയ്യിൽ ഫുഡ് കരുതണം. അപ്പം ഓൾറെഡി ഹോട്ടൽസ് എല്ലാം ഓൾറെഡി ബുക്ക്ഡ് ആയിരിക്കും. അപ്പം പുറത്ത് ഫാസ്റ്റ് ഫുഡ് കിട്ടാൻ തന്നെ ഭയങ്കര പാടാണ്. പിന്നെ ഇന്നത്തെ ഈ വ്ലോഗ് ഞാൻ എൻഡ് ചെയ്യുക. അപ്പം പിന്നെ ഒരു വ്ലോഗിൽ കാണാം. ബൈ ബൈ.